വെള്ളക്കിണറിനടുത്താണ് പെങ്ങളന്ന് താമസിക്കുന്നത്. മുറ്റത്ത് ചെന്ന് ഞാൻ വിളിച്ചു, വളരെ ബഹുമാനമായിട്ട് അമ്മാമ്മോ അമ്മാമ്മോ എന്ന് വിളിച്ചു. അമ്മാമ്മ വന്ന് അത് പറഞ്ഞു, ആരാടാന്ന് ചോദിച്ചു. സൗണ്ട് കേട്ടപ്പോഴേ ആളിനെ മനസ്സിലായി. ഞാൻ പറഞ്ഞു, ഞാനാ. എന്താ നിന്റെ കയ്യിലിരിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇത് ഇച്ചിരി ലേഹ്യമൊക്കെയാണ്, നീ ഇതും കൊണ്ട് കളഞ്ഞ് നിന്റെ ഈ ദേഹത്തെല്ലാം കെട്ടിയേക്കുന്ന തകിടുമെല്ലാം അഴിച്ചു പറിച്ച് കളഞ്ഞേച്ച് വരികയാണെങ്കിൽ നിന്നെ ഈ വീട്ടിൽ കയറ്റാം, അല്ല ഇവിടെ കിടത്തത്തില്ല, നമ്മൾ ഒരു ബന്ധവുമില്ലെന്ന് പറഞ്ഞു. ഇത് ഉള്ളിടത്തോളം കാലം ഞാൻ ഒന്നുകൂടെ ഒന്ന് യാചിച്ചു നോക്കി, രക്ഷയില്ല. പൊക്കമെന്ന് പറഞ്ഞ് കഥവ് അടച്ചു. ഞാൻ ആ മുറ്റത്ത് നിന്നിട്ടൊരു ശപഥം ചെയ്തു, ഇന്നേക്ക് 3 മാസത്തിനകം നീ വന്നെന്റെ മുന്നേ മുട്ടുകുത്തിയില്ലെങ്കിൽ അന്നേരം ചോദിച്ചോളാൻ പറഞ്ഞു. പുള്ളിക്കാരത്തെയും പറഞ്ഞു, ആകട്ടെന്നും പറഞ്ഞു. കാരണം വിശ്വാസത്തിലോട്ട് വന്ന ആ സമയമാണ്. എടത്വാ ചട്ടക്കൂടിന്റെ മെമ്പറാ, സ്നാനപ്പെട്ടിട്ട് അധികം നാളുകളൊന്നും ആയിട്ടില്ല. ആ വന്ന തീഷ്ണതയാ. ഞാൻ ആ വാശിയില് പിന്നെ അന്ന് രാത്രി ഒരു ദിവസത്തിൽ പുറത്ത് തന്നെ കഴിച്ചു കൂട്ടിയിട്ട് വന്നു. എനിക്ക് ആദ്യത്തെ പ്രയോഗം എത്ര രൂപ ചെലവായാലും പെങ്ങളെ ശരിക്കൊന്ന് പേടിപ്പിക്കണമെന്നുള്ളതാണ്. ഞാൻ വന്നിട്ട് എടത്തുവായിലെ ഇബിലീഷിനെ ആദ്യം വിളിച്ചെന്ന് പറയുന്ന മുമ്പ് ഞാൻ പറഞ്ഞ സഹത പുള്ളിക്കാരൻ. അപ്പോഴ് അദ്ദേഹത്തെ ആദ്യം വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഭദ്രാസനത്തിൽ പെട്ടതായത് ശരിക്കും ഒപ്പിച്ചോണമെന്ന് പറഞ്ഞു. അല്ലെ തനിക്ക് ആ നാണക്കേടെന്ന് പറഞ്ഞു. ഇപ്പം ശരിയാക്കിയേക്കാം. അങ്ങനാന്നോ ആശാനെ, അങ്ങനാന്നോ? ഇപ്പം ശരിയാക്കിയേക്കാം. പുള്ളിക്കാരനെ വേണ്ടുന്ന പൂജാകർമ്മങ്ങളെല്ലാം ചെയ്ത് കോഴിച്ചോറയെല്ലാം കൊടുത്ത് നേരെ വിട്ട് സെക്കൻഡിനകം പുള്ളി നേരെ മുന്നിൽ. എന്തുവാ എന്നെ കൊണ്ട് പറ്റത്തില്ല. പള്ളിയിലിരിക്കുന്ന ഗീവർഗീസിന്റെ ശക്തി എന്നോട് പറയാ, എന്നെ കൊണ്ട് പറ്റത്തില്ല. എന്നാൽ വലിയ പുള്ളിക്കാരത്തെ തന്നെ വിടാം. മാതാവാകുമ്പം മണർകാട്ടെ കുളത്തിലിറങ്ങി പഥ്യമില്ലാത്തവൻ കുളിച്ചാണ്ടല്ലോ പാമ്പ് കടിക്കും. യേശുവിന്റെ അമ്മ ചെയ്യിക്കുമോ? ഒന്ന് ചിന്തിക്കണേ. യേശുവിന്റെ അമ്മ ഇത് ചെയ്യിക്കുമോ? ചെയ്യിക്കത്തില്ല. മണർകാട്ട് പാമ്പുണ്ടെന്ന് ഇല്ലെന്ന് പറയുന്നവരുണ്ട്. എന്നോട് വന്നാൽ ഞാൻ കാണിച്ചു തരാം, കുളത്തിലുണ്ടെന്ന്. എനിക്കറിയാം അത് ഏത് കുളത്തിലായിരിക്കും. ഞാൻ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് അതിനകത്ത്. ഞാൻ ആ കുളത്തിൽ 7 കൊല്ലം കുളിച്ചവനാ. 8 ആണ്ടിൽ 8 ദിവസം വെച്ച്. അപ്പൊ പഥ്യം ശരിക്കും നോക്കിയില്ലേ പാമ്പ് പിടിക്കും. അത് ശരിക്കുന്നാണാ പറയുന്നത്. ഇത് പാവം പിടിച്ച ആ സ്ത്രീയുടെ പേരിൽ, പരിശുദ്ധയായ ആ സ്ത്രീയുടെ പേരിൽ എന്തെല്ലാം പരിപാടികളാണ് നടക്കുന്നതെന്നറിയാമോ ലോകത്തിന്? എന്നാൽ അവിടെ ഇരിക്കുന്ന ഇബ്ലീസിന്റെ ആ ശക്തി കൂടി ചെകുത്താനെ വിടാമെന്ന് തീരുമാനിച്ചു. പുള്ളിയെ പറഞ്ഞു വിട്ടു. അത് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ സംഗതി ഉറപ്പ. എങ്ങനെങ്കിലും ഒപ്പിച്ചേച്ചേ വരത്തുള്ളൂ. കാരണം അത് കഴിഞ്ഞാൽ പിന്നെ വിടാൻ ആരുമില്ല. അത് പോയിട്ട് പിന്നെ വിടണേ അതിനെ തന്നെ വിടാനൊക്കെ ഉള്ളൂ. നേരെ പോയതിനെക്കാട്ടി കൂടുതൽ സ്പീഡ് തിരിച്ചു വന്നു. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, എന്റെ അടുക്കുന്ന ഒരു ഓട്ടം ഓടിയെന്ന് കൽക്കട്ട ചിത്രഞ്ജന വെച്ച് 2 പേര് നിൽക്കുന്നെന്നും പറഞ്ഞു ഓട്ടം ഓടിയോ. ആ ഓട്ടം കണ്ടാൽ എന്താന്ന് തോന്നിപ്പോ അതുപോലുള്ള സ്പീഡായിരുന്നു. ഇതുപോലെ തിരിച്ചു വന്നു. എന്നാ അതേ ഇനിയും വിട്ടാ നിന്നെ തട്ടുമെന്ന് പറഞ്ഞു. എന്നെ ഞാൻ ചോദിച്ചു എന്നാന്നോ? ഒന്നും പറഞ്ഞില്ല. ഇത്രേ ഉള്ളൂ. ബാക്കി പിന്നെ പറയത്തില്ല. എന്താ പറയുന്നത് അത് കേട്ടോണം. അത്രേ ഉള്ളൂ. എനിക്ക് മനസ്സിലായടാ അവിടെ ഇതിനെക്കാട്ടി വലിയ ഇബ്ലീഷ് വല്ലതും ഉണ്ടോ? ഒടുവിൽ ദൈവസന്നിധി വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി. പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞു, മോനെ നീ ആ പോയ കുറേ ഉണ്ടല്ലോ, ഞാൻ മുറിക്കകത്ത് കഥ അടച്ചു മുട്ടയിലിരുന്ന് കണ്ണുനീരെടുക്കാൻ തുടങ്ങി. എടത്തുവായിലെ ഇബ്ലീഷിനെ കാട്ടിലും മണർകാട്ടെ ജിന്നിനെ കാട്ടിലും ഏറ്റവും ശക്തിയുള്ള ഒരു വസ്തു നമുക്കുണ്ട്. ദൈവത്തിന്റെ സന്നിധിയിൽ ഒഴുക്കുന്ന കണ്ണുനീരാണ്. അങ്ങനെയാണെങ്കിൽ ഇവറ്റകളെയെല്ലാം എന്നേക്കുമായി ബന്ധിച്ച് തീപ്പൊയ്കയിൽ എറിയുവാൻ അധികാരമുള്ളവനായ ദൈവം നമുക്ക് വേണ്ടി ഒരു ദൂതനെ ഏറ്റ് കഴിയുമ്പോൾ സകല സേവാശക്തികൾ നിമിഷങ്ങൾക്ക് ഓടിമറയുന്നത് കാണുവാൻ സാധിക്കും. അതാണ് അതിന്റെ ശക്തി. ആ വിചാരം പെങ്ങൾ പറഞ്ഞു, മോനെ എല്ലായിടത്തും ഇത് പറ്റും. പെങ്ങളിപ്പം ഷാർജയിലുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. എന്നോട് ചോദിച്ചേടാ നീ എന്റെ കാര്യവും പറയുന്നുണ്ടോ? കാരണം ഇപ്പം പുള്ളിക്കാരത്ത് കയറി വരും. ഞാൻ നിന്നെ വീട്ടിൽ കയറ്റിയില്ലെന്ന് പറയുന്നുണ്ടോ?
എന്നാൽ ഷാർജാജി വെച്ച് ഞാൻ പെങ്ങളെ എത്തിക്കൊണ്ട് ഇത് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരത്തി സങ്കടമായി, ഇപ്പം കരഞ്ഞുകൂടി. അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞു, അങ്ങനെ വേണമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഗുണപ്പെടാൻ കാര്യമെന്ന് പറഞ്ഞു, ദൈവം പ്രവർത്തിച്ചതെന്ന് പറഞ്ഞു. അപ്പോഴേ മോനെ എല്ലായിടത്തും ഇത് പറ്റും, പക്ഷേ ഇത് പറ്റാത്ത എവിടെ ഉണ്ടെന്ന് പുള്ളിക്കാരത്തി എന്നെ പറഞ്ഞ് മനസ്സിലാക്കി. അതിലൊരിടമാണ് ദൈവസ്ഥനയിൽ വാസ്തവമായിട്ട് ജീവിച്ച, ദൈവകൽപ്പന അനുസരിച്ച് വിശ്വാസ സ്നാനം സ്വീകരിച്ച് വേർപെട്ട ദൈവത്തെ ആരാധിക്കുന്ന, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവ പൈതല് അവന്റെ വീട്ടിലിരുന്ന് മുറിക്കകത്ത് കയറി മുട്ടുകുത്തി 2 തുള്ളി കണ്ണുനീർ ദൈവസ്ഥനയിൽ ഒഴുക്കാമോ? അതിനേക്കാട്ട് വലിയ ഒരു ശക്തിയും എഴുന്നേൽക്കുവാൻ, അവനെ തകർക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിന് ഫലിക്കയില്ല. ഇതാണ് ദൈവവചനത്തിന്റെ പ്രമാണം. ദൈവമക്കളെ, നമ്മളേറെ കൃപയുള്ളവരും ഭാഗ്യം ലഭിച്ചവരുമാണ്. എനിക്ക് ഇത് മനസ്സിലാക്കുവാൻ കാലങ്ങൾ കഴിഞ്ഞു പോയല്ലോ നോക്കുമ്പോൾ വലിയ ദുഃഖമുണ്ട്. എന്നാൽ ദൈവത്തിന്റെ പ്രമാണം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഒരു കരിങ്കോഴിയും വേണ്ട, അവലും വേണ്ട, മലരും വേണ്ട, തൂഷണലും വേണ്ട, മോതിരവും വേണ്ട, കദളിപ്പഴവും വേണ്ട, കാളിപ്പഴവും വേണ്ട, മനുഷ്യക്കുരുതിയും വേണ്ട, ഒന്നിന്റെയും രക്തം കൊടുക്കേണ്ട. പിന്നെയോ വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുവാനും, വിശ്വാസത്താൽ അവന്റെ മകനായി തീരുവാനും, വിശ്വാസത്താൽ അവന്റെ സേവക്കാരനായി തീരുവാനും. സേവക്കാരനെന്ന് പറഞ്ഞാൽ ദൈവത്തിന് കൊണ്ട് പൗലോസ് പറഞ്ഞിരിക്കുന്നു, ഞാൻ സേവിച്ചു നിൽക്കുന്ന ദൈവം ഈ കഴിഞ്ഞ രാത്രി എന്നോട് സംസാരിച്ചു. പിന്നെ ഈ 2 സേവയും തമ്മിലൊരു വ്യത്യാസമുണ്ട്. മറ്റേതൊക്കെ ഇങ്ങോട്ട് സേവിക്കുക, നമ്മൾ പറയുന്ന പോലെ കേൾക്കും. ഓടാ പെങ്ങളെ പേടിപ്പിക്കട, ആ ചേട്ടനെ പേടിപ്പിക്കട, അനിയനെ പേടിപ്പിക്കട എന്ന് പറഞ്ഞാൽ അതങ്ങനെ അങ്ങ് പോകും. എന്നാൽ ഇതങ്ങനല്ല, ഇത് ഞാൻ അങ്ങോട്ട് സേവിക്കണം. നമ്മൾ ദൈവത്തെ, പൗലോസ് പറയുന്നു, ഞാൻ സേവിച്ച് നിൽക്കുന്നത്, എന്നെ സേവിച്ച് നിൽക്കുന്നില്ല, ഞാൻ സേവിച്ച് നിൽക്കുന്ന ദൈവം. അതിനുള്ള ഒരു പ്രമാണമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന പ്രമാണം. അറബിക്കാരൻ തകഴുമ്പോഴും ദീപം തെറിയുമ്പോഴും, അതെ, പൂജാരിമാര് പൂജ സേവിച്ച് തലയോട്ടിമാരുടെ മുൻപിലിരുന്ന് ഭദ്രകാളിയെ ചോരക്കളത്തിലിരുന്ന് വണങ്ങുമ്പോഴും ഒരു ദൈവവൈദ്യൻ ഇതൊന്നും വേണ്ട, വിശ്വാസത്താൽ അവന്റെ മുൻപിൽ കടന്നു ചെന്നിട്ട് ദൈവമേ എന്നെ സഹായിക്കണമേ എന്നുള്ള ഹൃദയം നിറങ്ങിയ പ്രാർത്ഥനയോടുകൂടി ദൈവസ്ഥനിൽ കണ്ണുനീരൊഴുക്കി കഴിയുമ്പോൾ ദൈവം എഴുന്നേൽക്കും. ദൈവം എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചിതറിപ്പോ. ഇതാണ് ദൈവത്തിന്റെ പ്രമാണം. മറ്റേത് സാത്താന്റെ പ്രമാണം. അവന് പലതും കണ്ടെങ്കിലേ തൃപ്തി വരികയുള്ളൂ. എന്നാൽ ദൈവത്തെ വിളിക്കുന്നതായ ദൈവപൈതലിന് കാഴ്ച കൊണ്ടല്ല തൃപ്തി വരുന്നത്, പിന്നെയോ ദൈവസന്നിധിയിലുള്ള ദൈവവുമായിട്ടുള്ള അടുപ്പം. അതിന് ദൈവം പറഞ്ഞിരിക്കുന്ന പ്രമാണങ്ങൾ നമ്മൾ അനുസരിക്കണം. രക്ഷിക്കപ്പെടാൻ ദൈവം പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടേ ഒക്കത്തുള്ളൂ. കാരണം ചെറുത്താൻ മലർ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ മലർ കൊണ്ട് കൊടുത്തില്ലേ വഴക്കുണ്ടാക്കുമായിരുന്നു. സ്നാനപ്പെടാൻ ദൈവം പറഞ്ഞാൽ സ്നാനപ്പെടണം. സാത്താന് വേണ്ടി ലോകത്തിൽ ധാരാളം ധനം മുടക്കി വലിയ കാര്യങ്ങൾ ചെയ്യാമെങ്കിൽ ദൈവത്തിന് മുൻപിൽ നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ചു കൊടുത്ത് ജീവിക്കാനാണോ പ്രയാസം? യാതൊരു പ്രയാസവുമില്ല. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടേതല്ല, നമ്മയാണ്. സാത്താൻ ആഗ്രഹിക്കുന്നത് നമ്മുടേതും. അവസാനം ഇപ്പം നമ്മുടേത് വാങ്ങിച്ചോണ്ട് നമ്മളെയും കൊണ്ട് തീക്കകത്ത് അവന്റെ കൂടെ ഇടും, കെട്ടിയിടും. ഇതാണ് സാത്താൻ ആഗ്രഹിക്കുന്നത്. ആ വിചാരം ഇസ്രായേലിന് ഫലിക്കയില്ല. ആരാണ് ഇസ്രായേൽ? അതിന് മുകളിലുള്ള ചില വാക്യങ്ങൾ കൂടി വായിച്ചിട്ട് ഞാൻ വായിച്ച വാക്യത്തിലേക്ക് വീണ്ടും കടന്നു വരാം. 19 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ഒന്ന്, യാക്കോബിൽ തിന്മ കാണുവാൻ ഇല്ല. ആരാണ് ഇസ്രായേൽ? തിന്മ കാണുവാനില്ലാത്ത വ്യക്തിത്വത്തിന്റെ ഉടമ. യാക്കോബിൽ തിന്മ കാണുവാനില്ല. ഇസ്രായേലിൽ കഷ്ടത ദർശിപ്പാനില്ല. അടുത്തത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. അവന്റെ ദൈവമായ യഹോവ
അവനോടുകൂടെ ഇരിക്കുന്നു. എന്തുകൊണ്ട് ദൈവം അവനോടുകൂടെ ഇരിക്കുന്നു? യാക്കോബിൽ തിന്മയില്ലാത്തത് കൊണ്ട് ദൈവം അവനോടുകൂടെ ഇരിക്കുന്നു. അവൻ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായതുകൊണ്ട് കഷ്ടത കാണുവാനില്ല. ആ കഷ്ടതയൊക്കെ മനുഷ്യന് കഷ്ടതയായിട്ട് തോന്നുമ്പോൾ ദൈവം അടുത്തിരിക്കുന്ന ഒരു ദൈവവൈദ്യന് സന്തോഷമായിട്ടും വിടുതലായിട്ടും തോന്നുന്നു. തീച്ചൂളയിലെ പ്രായബാലന്മാർ കിടക്കുമ്പോൾ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഭയങ്കര ശോധന അവർ അനുഭവിക്കുന്നത് പോലെ തോന്നും. എന്നാൽ അതിന്റെ നടുവിൽ നിൽക്കുന്നവർക്ക് യാതൊരു ശോധനയും വേദനയുമില്ല. അവര് ദൈവത്തോടുകൂടെ ആരാധിക്കുകയാണ്. തീയുടെ ചൂട് അവർക്ക് ഏശിയില്ല. അവരുടെ ഒരു രോമം പോലും കരിഞ്ഞു പോയില്ല. അപ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും, പുറത്തു നിന്നൊരു ദൈവവചനെ ഒരു വ്യക്തി വീക്ഷിച്ചാൽ അവൻ വലിയ കഷ്ടതയുടെ നടുവിലാണെന്ന് കാണുവാൻ കഴിയും. എന്നാൽ ഒരു ദൈവവചന കാണുവാൻ കഴിയുന്നത് അതിലിതാ ദൈവകൃപ ധാരാളം, അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു എന്നുള്ളതാണ്. യാക്കോബിൽ തിന്മ കാണുമായില്ല. അവന്റെ ദൈവമായ യഹോവ അവനോട് കൂടെ ഇരിക്കുന്നു. ദൈവം കൂടെ ഇരിക്കണമെങ്കിൽ ദൈവത്തോടു കൂടെ വസിക്കണം. ദൈവം കൂടെ ഇരിക്കണമെങ്കിൽ ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം. ദൈവം കൂടെ ഇരുന്നാൽ ആഭിചാരം പറ്റുകയില്ല. ദൈവം കൂടെ ഇരുന്നാൽ ലക്ഷണവിദ്യ ഫലിക്കയില്ല. ദൈവം കൂടെ ഇരിക്കണമെങ്കിൽ ദൈവം തന്നിരിക്കുന്ന പ്രമാണങ്ങൾ നാം അനുസരിക്കുക. അതെ, അവന്റെ ദൈവമായ യഹോവ അവനോട് കൂടെ ഇരിക്കുന്നു. അടുത്തത്, ഇനി ഇരിക്കുന്നത് കൊണ്ടുണ്ടല്ലോ വേറൊരു കാര്യങ്ങളുണ്ട്. അവർ വെറുതെ മൗനമായിട്ടല്ല ഇരിക്കുന്നത്. പിന്നെന്തോ ഉണ്ട്? രാജാവുള്ളിടത്ത് രാജകോലാഹലം. കാരണം ആരാണ് അടുത്തിരിക്കുന്നത്? രാജാവാണ് അടുത്തിരിക്കുന്നത്. ചിലർക്ക് അതിന്റെ അർത്ഥം പിടികിട്ടത്തില്ല. ഒരിക്കല് ഒരു വ്യക്തി എന്നോട് ചോദിച്ചു, ഒരു യോഗത്തിനെ ഞാൻ വിളിച്ചുകൊണ്ട് പോയത്, നിർബന്ധിച്ചു കൊണ്ടുപോയതാ. വന്നിത് കേട്ടായിട്ട് ഇറങ്ങി എന്നോട് ചോദിച്ചു, ഓരോ വാക്കും കഴിയുമ്പോൾ എന്താ ഇത്രയോ ഉറക്കം ഈ സ്വോത്രമൊന്നും അല്ലേറിയായോ എന്നൊക്കെ പറയുന്നത്. ആ മിണ്ടാതിന്ന് കേട്ടുകൂടെ? ഞാനൊരു ഉദാഹരണം ആ വ്യക്തിയോട് പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ നെടുമുടി എന്ന സ്ഥലത്ത് ശുശ്രൂഷിച്ചിട്ടുണ്ട്. അത് കുട്ടനാട് ആലപ്പുഴയ്ക്ക് അടുത്തായിട്ട് വരും. അവിടെ ശുശ്രൂഷിക്കുന്ന സമയത്ത് അവിടെ നിന്ന് പലരും പ്രാർത്ഥനയ്ക്കായിട്ട് വീട്ടില് പ്രാർത്ഥനയൊക്കെ വയ്ക്കുമ്പോൾ അവിടെ നിന്ന് വന്നിട്ടുണ്ട്. വിശ്വാസികളോ ഒക്കെ പലരും വന്നിട്ടുണ്ട്. ഒരിക്കല് ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന സമയം അന്ന് വീട്ടില് ഞാൻ ഒരു പ്രത്യേക പ്രാർത്ഥന വെച്ചിട്ടുണ്ട്. നെടുമുടിയിൽ നിന്ന് പല വ്യക്തികളും കടന്നു വന്നു. എന്നാല് ഒരു വ്യക്തി ഞങ്ങളുടെ സ്ഥലമൊക്കെ ഒന്ന് കാണണമെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അതിനെന്നാ കാണാമല്ലോ എന്ന് പറഞ്ഞു. ഞങ്ങള് രണ്ടുപേരും കൂടെ ഞാൻ അദ്ദേഹത്തെ കൊണ്ട് പോയി. റോഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പം അദ്ദേഹം പിടിച്ചു നിർത്തിയ പോലെ അങ്ങനെ ഏതാണ്ട് ഒരു ശബ്ദം കേട്ടപ്പോൾ ഞാൻ ഓർത്ത്, ഇദ്ദേഹം എന്നാ കാണാൻ ഇറങ്ങി തിരിച്ചു ഇവിടെ നിൽക്കുന്നത്. ഞാൻ ചോദിച്ചു, എന്തോ ഇത്? അത് കമന്ററിയാ, ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നതിന്റെ റേഡിയോ കമന്ററിയായി കേൾക്കുന്നതെന്ന് പറഞ്ഞു. ഞാനോ പോയിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഈ പുള്ളിക്കാരനെ ആ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് തീരാതെ ഇനി ഇവിടുന്ന് പോകത്തില്ലെന്ന്. ചിലർ ഈ ടിവിയുടെ മുന്നേ ബുദ്ധിയിരിക്കുന്ന പോലെ ഇത് തീരാതെ ഈ പുള്ളി ഇനി ഇവിടുന്ന് പോകത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ നോക്കിയിട്ട് ഒരു മാർഗവും ഇല്ല, പുള്ളി അവിടെ നിന്ന് കൊണ്ടുപോയി പറ്റിക്കണം. ഞാൻ അപ്പുറത്തോട്ട് മാറി വേറൊരിടത്ത് കയറി അവിടെ ഇരിക്കുക. അപ്പൊ ഇദ്ദേഹം അവിടുന്ന് ആ നിന്ന് നിപ്പിൽ ആ കടയുടെ മുന്നേ നിന്ന് ചലിച്ചിട്ടില്ല. കുറെ അങ്ങോട്ട് കഴിഞ്ഞു. കാരിച്ചാലി ചുണ്ടനെന്നും പറഞ്ഞു ഏതാണ്ട് ഒരെണ്ണം. അത് മുന്നോട്ട് പോന്നു. അപ്പൊ അവിടെ തേടിയോയി കൂടെ ആളുകളുടെ ആർപ്പുളി കേൾക്കാം. ഈ ഞങ്ങളുടെ കിഴക്കൻ നാട്ടുകാർക്ക് അറിയാമോ ഈ വള്ളംകളി എന്താണെന്നല്ലോ, യുഗപ്പാർക്കാർക്ക് ഇതുപോലെ അറിയാം. ഈ പുള്ളി ആ നിന്ന് ഇങ്ങനെ രണ്ട് ചാട്ടം കൈ വലിച്ചുകൊണ്ട്. അപ്പൊ ആളുകൾ പറയുന്നത് നോക്കിയോ ഇവനാണ്. ഈ പുള്ളിയും ഏതാണ്ട് ഇത്രയുന്നു ഏതാണ്ടൊക്കെ പറയുന്നുണ്ട്. എനിക്ക് തിരിഞ്ഞില്ല എന്തോ വന്നു. ഞാൻ വിചാരിച്ചു, എന്റെ ദൈവമേ, ഒരു കുഴപ്പമില്ലാതിരുന്നൊരു മനുഷ്യൻ ഇവിടെ വന്നിനി ഇത് പിടിച്ചെന്നും പറഞ്ഞ് ആളുകൾ വെച്ചേക്കുമോ. ഞാൻ ഇറങ്ങി ഓടിച്ചെന്നപ്പോ നാട്ടുകാരെല്ലാം ഇറങ്ങി ഇദ്ദേഹത്തെ ഇങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്നാണ് അപ്പൊ എന്നോട് ഇദ്ദേഹത്തെ ആർക്കും പരിചയം. എന്നോട് ചോദിച്ചത് ആരാ? ഞാൻ പറഞ്ഞു, എന്റെ കൂടെ വന്ന ആളാ. അയ്യോ, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉള്ളവരെ പ്രാർത്ഥിക്കാൻ വീട്ടിൽ തന്നെ ഇരുത്തി, അപ്പോൾ എന്താ ഈ ജംഗ്ഷനിലൊക്കെ ഇറക്കാന്ന് ചോദിച്ചു. അപ്പൊ പുള്ളിക്ക് സംഗതി മനസ്സിലായി, ചുങ്കപ്പാറക്കാർക്ക് ഇത്ര ഇതിനെക്കുറിച്ച് അറിയത്തുള്ളൂ, ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല. അപ്പൊ ഞങ്ങളുടെ ഇടയ്ക്ക് ഇത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പുള്ളിക്കാരനൊരു ചിരി അംഗീകരിച്ചു. ചിരിച്ചപ്പോഴും അവരോർത്ത് ഇങ്ങനെയുള്ളൊരു ചിരിക്കുവന്നു. എന്നിട്ട് പുള്ളി കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. ഈ കാരിച്ചാല് ചുണ്ടനയിൽ ഇവരുടെ വീട്ടുകാർ തുഴയാൻ പോകുന്നുണ്ട്. സംഗതി നടക്കുന്ന ആലപ്പുഴ കായലില.
കായലിൽ നടക്കുന്നെങ്കിലും അത് നെഹ്റു ട്രോഫി അവർക്ക് അവിടെ കിട്ടുമെന്ന് ചുങ്കപ്പാറ ഇരുന്ന പുള്ളിക്ക് ഉറപ്പായപ്പോഴത്തേക്കുണ്ടല്ലോ ഇദ്ദേഹത്തിന് അങ്ങ് ചാട്ടമായി. സംഗതി നടക്കുന്ന മൈലുകൾ കയറിയാന്ന് ഓർക്കണം. ഞാൻ ആ സഹോദരനോട് പറഞ്ഞ് മനസ്സിലാക്കി, ഇതുപോലെയാണ് ഞങ്ങളും സന്തോഷിക്കുന്നത്. ലോകപ്രകാരമുള്ള ഒരു സ്പോർട്സ്, ലോകപ്രകാരമുള്ള ഒരു കളിക്ക് വേണ്ടി മനുഷ്യൻ ഇത്രയും മൈലുകൾ അകലെയിരുന്ന് ഇത്രയും അവന്റെ ഹൃദയത്തിൽ സന്തോഷിക്കുന്നെങ്കിൽ ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ മനോഹരമായ പദവികളെ കുറിച്ചും മനോഹരമായ അവസ്ഥകളെ കുറിച്ചും ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത സഹിച്ച ഞങ്ങളുടെ കർത്താവിനെ ഞങ്ങൾക്ക് കണ്ട് അവന്റെ മുഖം കണ്ടവനെ ആരാധിക്കുവാൻ കഴിയുമല്ലോ എന്നുള്ള മനോഹരമായ പ്രത്യാശയെ കുറിച്ചും തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്റെ മൊഴികൾ കേൾക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നറിയാതെ തുള്ളിപ്പോകുന്നു. അതതിന്റെ രഹസ്യം. കാരണം ചിലർക്ക് പിടികിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോ ആ കാര്യം ഓർപ്പിച്ചത്. രാജകോലാഹലം അവരുടെ മടിയിലുണ്ട്. ദൈവം സ്തുതികളിന്മേൽ വസിക്കുന്നു. ദൈവം കൂടെ ഇരിക്കുന്നെന്ന് പറയുമ്പോൾ തന്നെ ജനം സ്തുതിച്ചുകൊണ്ടിരിക്കും. ദൈവം ഇരിക്കുന്നത് എവിടെയാണ്? ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ നീ പരിശുദ്ധനാവുന്നു എന്നാണ് ദൈവം പറയുന്നത്. സ്തുതികളിന്മേൽ വസിക്കുന്നു. രാജകോലാഹലവരുടെ മധ്യേ ഉണ്ട്. ഇനിയും അടുത്ത വാക്യം കൂടെ. ഇനിയും ഇവരെ ഇങ്ങനെ രൂപപ്പെടുത്തിയ ഒരു പാർട്ടിയായിട്ട് ഇങ്ങോട്ട് ഇറക്കി വിട്ടതല്ല മേളിൽ നിന്ന്. ഇവരെ കൊണ്ടുവരുന്നത് എവിടെ നിന്നാണ്? ഈ ലോകത്തിന്റെ സകല മന്ത്രവാദങ്ങളും, ഈ ലോകത്തിന്റെ സകല അഭ്യാസങ്ങളും, ഈ ലോകത്തിന്റെ സകല ആഭിചാരങ്ങളും, ഈ ലോകത്തിലെ സകല വിഗ്രഹങ്ങളും, സകല ക്ഷുദ്രപ്രയോഗങ്ങളും കൂടിയിരുന്ന ഒരു രാജ്യമായിരുന്നു മിസ്രയീം. ആ മിസ്രയീമിലെ അതെ വളരെയധികം മന്ത്രവാദികൾ ഉണ്ടായിരുന്നു. മോശയിൽ കൂടി ദൈവം പ്രവർത്തിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും പോലും ചെയ്തു കാണിക്കത്തക്ക രീതിയിൽ അത്രമാത്രം മാന്ത്രിക വിദ്യ പഠിച്ചവർ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ നടുവിൽ നിന്ന്, അവരുടെ വിശ്വാസത്തിന്റെ ഇടയിൽ നിന്ന്, അവിടുത്തെ അടിമപ്പണിയുടെ ഇടയിൽ നിന്ന്, ദൈവജനത്തെ വളരെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്നതിന്റെ നടുവിൽ നിന്ന് ഇരുമ്പുല എന്നാണ് മിസ്രയീമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ നടുവിൽ നിന്നാണ് അവൻ കൊണ്ടുവരുന്നത്. പിന്നെ എങ്ങനെ അവരെ സ്തുതിക്കാതിരിക്കും? ആഭിചാരം അതുകൊണ്ട് അവർക്ക് പറ്റത്തില്ല. കാരണം ദൈവം മനുഷ്യനോട് കൂടെ ഇരിക്കുന്നു. ഭാവിയിലും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഇതാ മനുഷ്യനോട് കൂടെ ദൈവത്തിന്റെ കൂടാരം. അവൻ അവരുടെ ദൈവമായി അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ദുഃഖവും മുറവിളിയും ഇനി ഉണ്ടാകില്ല. ആ മനോഹരമായ പ്രത്യാശ ഓർക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന പാവപ്പെട്ട ദൈവമക്കൾ അറിയാതെ സ്തോത്രവും ഹല്ലേലൂയയും പറയും. കാരണം അവരിവിടുത്തെ ഈ കഷ്ടതയുടെ നടുവിൽ ഇതോർത്തല്ലിരിക്കും, ദുഃഖിച്ചല്ലിരിക്കുന്നത്, അതോർത്ത് സന്തോഷിച്ചാണ് അപ്പോഴും ഇരിക്കുന്നത്. കഷ്ടം സഹിച്ചാൽ കൂടെ വാഴാം എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ഇനി അവരുടെ ബലം എങ്ങനെയുള്ളതാണ്? ഒരെണ്ണത്തിനെയും വകവെക്കത്തില്ല. ആനയ്ക്ക് വരെ പേടിയാണെന്നാ പറയുന്നത്. സിംഹമൊക്കെ വന്നു കഴിഞ്ഞാൽ അവൻ നേരെ ചെന്ന് തൊഴിക്കുകയും കുത്തുകയൊക്കെ ചെയ്യുമെന്നാ പറയുന്നത്. കാട്ടുപോത്തിന്റെ ബലം എത്ര പേര് വിളിച്ചാലും അതിന്റെ കൊമ്പിനിടയിൽ നിന്ന് രക്ഷപ്പെട്ട് പോരാൻ ഒക്കത്തില്ല. അതിന് തുല്യമായ ബലം. അതെ, യാതൊരു ദുഷ്ടമൃഗത്തെയും വകവയ്ക്കാതെ, എതിരായിട്ട് വരുന്ന യാതൊരു ദുഷ്ടശക്തിയെയും കൂശാതെ, സിംഹത്തെ കണ്ടു കഴിഞ്ഞാൽ ഈ കാട്ടുപോത്തിന് തുല്യമായ ബലമുള്ളവൻ എന്ത് ചെയ്യുന്നു? ഓടിച്ചെന്നതിനെ വലിച്ചു കീറിക്കളയുന്നു. കരടി അഭിമുഖീകരിച്ചു കഴിഞ്ഞാൽ ഈ കാട്ടുപോത്തിന് തുല്യനായ ബലമുള്ളവൻ ഓടിച്ചെന്നതിനെ നിലത്തടിച്ച് കൊന്നുകളയുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ മല്ലൻ അഭിമുഖീകരിച്ചു കഴിഞ്ഞാൽ ഈ കാട്ടുപോത്തിന് തുല്യമായ ബലമുള്ളവൻ ഒരു ചെറിയ കല്ലുകൊണ്ടവനെ എറിഞ്ഞു വീഴ്ത്തുന്നു. കാട്ടുപോത്തിന് തുല്യമായ ബലം. ഇവിടെ നിന്നാണ് ഈ ശക്തി ലഭിച്ചത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുള്ള ദൈവമക്കളെ ആഭിചാരം പറ്റുകയില്ല. രാജാവ് കൂടെ ഇരിക്കുന്ന ദൈവമേ ആഭിചാരം പറ്റുകയില്ല. വെറുതെ പറ്റുക എന്ന് പറഞ്ഞിട്ട് പോയാൽ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പേ പറ്റും. പക്ഷേ ചില പ്രമാണമുണ്ടായിരുന്നു. ഒരിക്കലും ഒരാളെന്നോട് ചോദിച്ചു,
നമുക്ക് പറ്റുമോ? ഞാൻ പറഞ്ഞു ശരിയായിട്ട് നേരെ പോകാൻ വലിയ പറ്റുകയില്ല, തിരിച്ചു പറ്റും. പക്ഷേ ഉണ്ടല്ലോ, ഈ പേരും പറഞ്ഞ് വെള്ളയെടുപ്പ് ഇട്ട് വേദവസം എടുത്ത് കഴിച്ചു വെച്ചോണ്ട് ഇടയ്ക്കിടയ്ക്ക് വേണ്ടി വന്ന 2 സ്വോത്രമൊക്കെ പറഞ്ഞ് നടക്കുന്നവരുണ്ടല്ലോ, നിന്റെ വീട്ടിലായിരിക്കും ഏറ്റവും കൂടുതൽ പറ്റുന്നത്. അത് പറ്റാത്തവരുടെ യോഗ്യതകളാ, അവർക്കുണ്ടായിരിക്കേണ്ട യോഗ്യതകളാ. പല കാര്യങ്ങളും ഇതിനകത്ത് പറയുന്നുണ്ട്, സമയക്കുറവുണ്ട് ഞാൻ എല്ലാം വായിപ്പിക്കാം. അവർക്ക് കണ്ണുനീരുണ്ട്, രാജാവ് അവരോട് കൂടെയുണ്ട്, രാജകോലാഹലമുണ്ട്. ചിലതൊക്കെ ഭൂലോകം ഇരിഞ്ഞു വീഴുന്നെന്ന് പറഞ്ഞാലും പൊളിച്ച് ദൈവത്തെ സ്തുതിക്കാത്ത ആളുകളുണ്ട്. രാജകോലാഹലം, രാജാവുണ്ട് പക്ഷെ എന്തോ ഇല്ല. പക്ഷെ രാജാവ് ഉള്ളിടത്ത് എന്തോ ഉണ്ട്, രാജകോലാഹലമുണ്ട്. എന്നുവെച്ചാൽ എനിക്ക് പറ്റുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറ്റും, ഒരു സംശയമില്ല. ദൈവത്തെ അറിയാതെ, ദൈവം വഴിവിട്ട്, ദൈവവുമായിട്ട് ബന്ധമില്ലാതെ, പണ്ട് ഞാൻ അങ്ങനെയൊക്കെ ആയിരുന്നു. പണ്ട് പ്രവചിച്ചാന്ന് പറഞ്ഞ ശൗലിനുണ്ടല്ലോ പറ്റി, ദുരാത്മാവ് കയറി വന്ന യാഗത്ത്. പിന്നെയാണോ ഇന്നത്തെ ആളുകളുടെ കാര്യം? ഞാൻ അത്രയും പറഞ്ഞ നിർത്തുക, ചിലർക്ക് സംശയമുള്ളതുകൊണ്ട് പറഞ്ഞു വിട്ടെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള യാക്കോവേ, ആ വിചാരം നിനക്ക് പറ്റുകയില്ല. ഇനി അവനെ കുറിച്ച് വീണ്ടും പറഞ്ഞിരിക്കുന്നു. 24-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ കൂടെ വായിക്കാം. ഇനി അവന്റെ വീട്ടിൽ ചെന്നാലോ, അവിടെ കോലാഹലവും അടിപിടി ബഹളവും വഴക്കും കണ്ണുനീരും പിടിച്ചു തള്ളും, ഭാര്യയെ അടി, ഭർത്താവിനെ അടി, ഇതൊന്നും അല്ല അവിടെ നടക്കുന്നത്. ഇസ്രായേലേ, നിന്റെ നിവാസങ്ങൾ എത്ര മനോഹരം. കൂട്ട നിലവിളി കേട്ട് ഒരിക്കലും ഒരു പാവപ്പെട്ട നിവാസന്റെ വീട്ടിൽ ചെന്ന് കയറി എന്താ വാസമോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ കേട്ടുണ്ടായിരിക്കും. വായിച്ചിട്ടില്ലേ സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്നൊരാ വാക്ക്. വൃക്ഷത്തിലോ രാവിലെ ഇങ്ങോട്ട് പോകുന്ന ഇതുകൊണ്ട് സന്തോഷമാണ്. കാരണം രാവിലെ എല്ലാം ഉറക്കും, അതുകൊണ്ട് ഒരു അനക്കവും ഇല്ല. എന്തൊക്കെ വരുമെന്ന് എനിക്ക് പറ്റുമെന്ന് മറ്റേത് ഒക്കത്തില്ല. നിന്റെ നിവാസങ്ങൾ എത്ര മനോഹരം. അവിടെ കടന്നു വരുന്ന ഒരു വ്യക്തിക്ക് ദൈവകൃപ കൊണ്ട് സന്തോഷിക്കുവാൻ സാധിക്കുന്നു. അവിടെ കടന്നു വരുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ തേജസ് കണ്ട് സന്തോഷിക്കുവാൻ സാധിക്കുന്നു. സഭ കൊണ്ട് മാത്രം തൃപ്തിപ്പെട്ടു പോകുന്നതല്ല, ഉപവാസ പ്രാർത്ഥനയിൽ മാത്രം തൃപ്തിപ്പെട്ടു പോകുന്നതല്ല, കൂട്ടായ്മ യോഗത്തിൽ മാത്രം തൃപ്തിപ്പെട്ടു പോകുന്നതല്ല, അവിടെ മാത്രം അഭിനയിച്ചു പോകുന്നതല്ല. ആത്മീയ ജീവിതം നിന്റെ നിവാസങ്ങളിൽ എപ്പോഴും അതിന്റെ പ്രതിധ്വനി ഉണ്ടായിരിക്കും. യാക്കോബേ, നിന്റെ കൂടാരങ്ങൾ, ഇസ്രായേലേ, നിന്റെ നിവാസങ്ങൾ എത്ര മനോഹരം. അടുത്തത്, താഴ്വര പോലെ അവ പരന്നിരിക്കുന്നു. അവയെക്കുറിച്ചൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ലെന്ന് മുൻപിൽ സമയമില്ല. അടുത്തത്, അവന്റെ തൊട്ടികളിൽ നിന്നൊഴുകുന്നു, വെള്ളമൊഴുകുന്നു. പലരുടെയും തൊട്ടികൾ ഒഴിഞ്ഞിരിക്കുമ്പോൾ പണ്ട് പാരമ്പര്യം പറയുവാനുണ്ടായിരുന്ന അനേക തൊട്ടികളും കൽപ്പരണികളും ഇന്ന് കലവറക്കകത്തിരിക്കുന്നുണ്ട്. അത് കലവറയിൽ സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. ഒരു കാലത്ത് വീഞ്ഞുണ്ടായിരുന്നു, ഒരു കാലത്ത് ഇതിൽ വെള്ളമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് വിരുന്നുവാരിക്ക് കൊടുക്കുവാൻ ഇതിലൊന്നുമില്ല. അവ വളരെ ശൂന്യങ്ങളായിട്ട് ഉണങ്ങിയവയായിട്ടിരിക്കുന്നു. എന്നാൽ യേശുക്രിസ്തുവോടെ കടന്നു വന്നാൽ അവരൊരു കാര്യം ചെയ്യും. ആദ്യം കൽപ്പിക്കും, ആ പഴയ പാരമ്പര്യമുള്ള തൊട്ടികളും കൽപാത്രങ്ങളും എടുത്തു കളയുക. എന്നിട്ട് വെറും പറമ്പിൽ കിടക്കുന്നവനെ എടുത്തുകൊണ്ട് ആ സ്ഥാനത്തിലേക്ക്. ദൈവമേ, ഞാനും നിങ്ങളും ശരിക്കണമെന്നില്ലെങ്കിൽ ആ സ്ഥാനത്ത് കൊണ്ടുവരുവാൻ ദൈവത്തിന് വേറെ ആരുമില്ലെന്ന് വിചാരിക്കരുത്. വർഗീസ് കോശി ആത്മീയ ജീവിതത്തിൽ നിലനിന്നെങ്കിൽ ആയിരക്കണക്കിന് വർഗീസ് കോശിമാരെ തന്നെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്ന ദൈവമാണ്, സർവശക്തനായ ദൈവമാണ് ജീവിക്കുന്നത്. ഒഴിഞ്ഞ കൽപാത്രങ്ങളായിരിക്കുവാനല്ല, നിറഞ്ഞ പാത്രങ്ങളായി വെള്ളം ഒഴുകുന്നവയായിരിക്കുക. അടുത്തത്, അവന്റെ വിത്തിന് വെള്ളം ധാരാളം. പോകട്ടെ. അടുത്തത്,
രാജാവിനെ കുറിച്ച്. അടുത്തത് വീണ്ടും പറഞ്ഞിരിക്കുകയാണ്. മുമ്പേ പറഞ്ഞ അതേ കാര്യം ഓർപ്പിക്കുക. അടുത്തത് അടുത്തത് നിന്നെ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, നിന്നെ ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ഇനി അവർക്ക് മറ്റൊരു പ്രത്യേകത കൊണ്ടുണ്ട്, വേറെ ചില യോഗ്യതകൾ കൂടിയുണ്ട്. 23-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള വാക്യങ്ങൾ കൂടി നമുക്കൊന്ന് വായിക്കാം. അടുത്തത് ശിലാഗ്രഹങ്ങളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു, ഗിരികളിൽ നിന്ന് പർവ്വതങ്ങളിൽ നിന്ന് ഞാൻ അവനെ ദർശിക്കുന്നു. എന്നിട്ട് അവനൊരു പ്രത്യേകതയുണ്ട്. അവന്റെ ഉപദേശം കേരളീയരുടെ ഉപദേശമല്ല. കേരളീയർക്കൊരു ഉപദേശമുണ്ട്, നാടോടുമ്പം നടുവേ ഓടണം. ചേരെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ ചേരയുടെ നടുമുറി തിന്നണം. അമേരിക്കക്കാർ എന്തോ വൃത്തികേട് കാണിച്ചാലും അതെല്ലാം നമ്മൾ കാണിക്കണം. ഇത് ആ ഉപദേശമുള്ളതല്ല ഇസ്രായേൽ. ഞാൻ അത്രയും പറഞ്ഞ ആ ഭാഗം വിടുക. മനസ്സിലോ? ആ ഉപദേശമുള്ളവരല്ല ഇസ്രായേൽ. ആ ഉപദേശമുള്ളവർക്കല്ല ആ വിചാരം ഫലിക്കാതെ ഇരിക്കുന്നത്. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം. മറ്റവരുണ്ടല്ലോ ദൈവത്തെ അറിയാത്ത കുറെ എണ്ണം ബോധിച്ചതുപോലെ നടക്കുന്നുണ്ടല്ലോ. അവരുടെ കൂട്ടത്തിലൊന്നും ഇവരെ കിട്ടത്തില്ല. അവരുടെ കൂട്ടത്തിൽ ഇവരെ കിട്ടത്തില്ല. അല്പസമയം കിട്ടിയാൽ വേണ്ടാത്ത കാര്യങ്ങൾക്കല്ല പോകുന്നത്, മുട്ടുമടക്കി പ്രാർത്ഥിക്കാനാണ് പോകുന്നത്. ആ വിഷയത്തിലേക്ക് ഇനിയും അധികം കിടക്കുന്നില്ല. എന്റെ മുൻപിൽ സമയമില്ലാത്തതുകൊണ്ടാണ്, ഭയന്നിട്ടല്ല. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, വേർപാടനുഷ്ഠിക്കുന്നവര്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമായില്ല. പിന്നെയോ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടിരിക്കുകയാണ്. ഈ ലോകത്തിൽ പലതും കാണാനുണ്ട്, പലതും ചെയ്യാനുണ്ട്, പലരും പലതും കാണിക്കുന്നുണ്ട്. അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനല്ല ദൈവം നമ്മെ കൊണ്ട് ആഗ്രഹിക്കുന്നത്. അവരിൽ നിന്ന് വേർപെട്ടിരിക്കുന്ന തനിച്ചു പാർക്കുന്ന ഒരു ജനമായിരിക്കുവാനാണ് ദൈവം നമ്മെ കൊണ്ട് ആഗ്രഹിക്കുന്നത്. കാരണം സാത്താൻ കഴിയുമെങ്കിൽ മൃഗന്മാരെ പോലും തെറ്റിക്കുവാൻ നടക്കും. അവർ ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. ജാതികൾ പോയി നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇവരെ കാണത്തില്ല. അവരെ കാണണമെങ്കിൽ അവരിയ്ക്കുന്ന പ്രത്യേക സ്ഥലങ്ങളുണ്ട്. അവരെ കാണണമെങ്കിൽ അവരുടെ കൂടാരങ്ങൾ അത് മനോഹരങ്ങളാണ്. ആ നിവാസങ്ങളിൽ മ്ലേച്ഛതയില്ല, അത് മനോഹരമാണ്. അങ്ങനെയുള്ള യാക്കോബേ ആഭിചാരം നിനക്ക് പറ്റുകയില്ല. അല്ലാതെ കണ്ട് പണ്ട് കുക്കകായത്തിന്റെ പ്രസംഗം കേട്ട, അല്ലെങ്കിൽ ശ്രേഷ്ഠനായ കോഴി അബ്രഹാം സാറിന്റെ പ്രസംഗം കേട്ടോ, കൈവക്കി സ്നാനപ്പെട്ടു, എന്നിട്ട് പിന്നെ ബോധിച്ചതുപോലെ നടന്നേച്ച് അയൻപാട് താൻ അങ്ങനെ പറഞ്ഞത്, നമുക്കിത് പറ്റുമെന്ന് ചോദിച്ചാൽ നിനക്ക് ആദ്യം പറ്റും, പിന്നെ മറ്റൊന്ന് പറ്റുമല്ലോ. അപ്പൊ അത് ഞാൻ അങ്ങനെ നോക്കട്ടെ. ദൈവത്തെ അന്വേഷിച്ചുള്ള മനുഷ്യന്റെ യാത്രയെ കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഹൈന്ദവ വേദങ്ങളിൽ ദൈവത്തെ അന്വേഷിച്ച മനുഷ്യൻ നൂറ്റാണ്ടുകൾ പ്രയാണം ചെയ്യുന്നു. ഇന്ന് നാട്ടിലെ ഒരു ആത്മീയ ബ്രാഹ്മണൻ വളരെ പ്രഭാതത്തിന് സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേറ്റ് ജലാശയത്തിലേക്ക് ഇറങ്ങി കിഴക്കോട്ട് തിരിഞ്ഞുകൊണ്ട് കയ്യിൽ ഒരു മുമ്പിൽ ജലം കോരി നിറച്ചുകൊണ്ട് സൂര്യനെ നോക്കിയവൻ ഇങ്ങനെ പാടുന്നു: പാപോഹം പാപകർമ്മോഹം പാപാത്മാ പാപസംഭവ. ഞാൻ പാപിയാണ്, എന്റെ പ്രവൃത്തി പാപമാണ്, ഞാൻ പാപത്തിന്റെ ആത്മാവോടുകൂടിയവനാണ്, ഞാൻ പാപത്തിൽ ജനിച്ചവനാണ്. ഇന്നും അവൻ ആ പാപത്തിന് മോചനം കിട്ടിയിട്ടില്ല. ഹിമാലയം പോലെയുള്ള മലകളുടെ അടിവാരങ്ങളിൽ കടന്നു ചെന്നിട്ട്
സഹ്യാദ്രി പർവ്വതത്തിന്റെ മുകളിൽ കടന്നു ചെന്നിട്ട് ബുദ്ധമൃഗങ്ങൾ വസിക്കുന്ന കൊടുങ്കാട്ടുകളിൽ കടന്നു ചെന്നിട്ട് അവിടെ ഇരുന്നു കൊണ്ട് വേദത്തിലെ ഋഷിമാര് വളരെ ഭക്തിയോടെ ഇന്നും ആലപിക്കുന്ന ചില ഗാനശകലങ്ങളുണ്ട്. അസതോമാ സദ്ഗമയ, സമസോമാ ജ്യോതിർഗമയ, മൃത്യോമാ അമൃതംഗമയ. എന്നെ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നയിക്കണമേ, എന്നെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കണമേ, എന്നെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിക്കണമേ. വളരെ മനോഹരമായി അവരിന്ന് ഈ ശ്ലോകങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. സഹ്യാദ്രിയുടെയും ഹിമാലയത്തിന്റെയും കാടുകളുടെയും അമ്പലങ്ങളുടെയും പൂജാഗിരികളുടെയും മറവിൽ നിന്നുകൊണ്ട് ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്ന ഹൈന്ദവ സ്നേഹിത, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നുവെന്ന് പറഞ്ഞ് 2000ഓളം വർഷങ്ങൾക്ക് മുൻപ് ഈ ലോകത്തിലേക്ക് മാനവജാതിയെ തേടി ഇറങ്ങി വന്ന, ഭാവിയെ സ്നേഹിച്ച, പാപത്തെ വെറുത്ത, മനുഷ്യനെ നശിപ്പിക്കുവാനല്ല പിന്നെയോ മനുഷ്യനെ രക്ഷിക്കുവാനാ ഇറങ്ങി വന്ന ആ സാക്ഷാൽ വെളിച്ചമായ യേശു ക്രിസ്തുവിനെ പിന്തുടരൂ. നിനക്ക് ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുവാൻ കഴിയും. മരണത്തിന് അധീനമായ നിന്റെ പാപ ശരീരം വിട്ട് ഈ നിത്യജീവൻ കൊടുക്കുന്ന മന്നായാകുന്ന ജീവന്റെ അപ്പമായ യേശുവിന്റെ അടുത്തേക്ക് വിശ്വാസത്തോടെ നീ കടന്നു വരൂ. നിനക്ക് മൃത്യുവിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും. മദ്യപന്മാരായ, ദുർമാർഗികളായ, മോഷ്ടാക്കളായ, ചതിയന്മാരായ ദൈവങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന വേദങ്ങളെ വിട്ടുകൊണ്ട് ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നുവെന്ന് അരുളി ചെയ്ത സത്യസുവിശേഷം വിശ്വസിച്ച് കടന്നു വരൂ. നിനക്ക് അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് വരുവാൻ കഴിയും. ദൈവത്തെ തേടി മനുഷ്യൻ യാത്ര ചെയ്തു. ഇന്നും അനേക മതങ്ങളിൽ ആ യാത്ര തുടരും. എന്നാൽ ഈ രാജാവിനെ തേടി ഒരിക്കൽ 3 ശാസ്ത്രജ്ഞന്മാര് കടന്നു വന്നു. അവര് യെരുശലേം ദേവാലയത്തിലെ യെരുശലേമിൽ കടന്നു വന്നിട്ട് ഹെരോദാവിന്റെ കൊട്ടാരത്തിലേക്ക് അവരുടെ കാലുകളെ നീക്കി. ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് ഹെരോദാ രാജാവിനോട് ഒരു ചോദ്യം ചോദിച്ചു. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവനെ തേടി വന്നിരിക്കുകയാണ്. ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടു. അവൻ എവിടെയാണ്? അവൻ രാജകൊട്ടാരത്തിൽ ചെന്നാൽ അവിടെയില്ല. കാരണം അവന് ജനിക്കുവാൻ ഒരു രാജാവ് പോലും സ്ഥലം കൊടുത്തില്ല. അവൻ വീടുകളിൽ ചെന്നാൽ അവിടെയില്ല. ഒരു വീട് പോലും അവന്റെ ജനനത്തിന് വേണ്ടി വാതിൽ തുറന്നില്ല. വഴിയമ്പലത്തിൽ ചെന്നാൽ അവൻ അവിടെയില്ല. ഒരൊറ്റ വ്യക്തി പോലും ഒരു വഴിയമ്പലത്തിന്റെ മുറി അവന് വേണ്ടി കൊടുക്കുവാൻ തയ്യാറായില്ല. എന്നാൽ ഇതാ പാട്ടുകാരന്റെ ശൈലിയിൽ പറഞ്ഞാൽ, വഴിമധ്യേ പിറന്നവൻ പുൽക്കൂട്ടിൽ കിടത്തിയോൻ, ശീലകൾ ചുറ്റിയവനെ പശുത്തൊട്ടിയിൽ കിടത്തിയെന്നാണ് നമ്മൾ വായിക്കുന്നത്. അതിനുവേണ്ടി ശാസ്ത്രജ്ഞന്മാർക്ക് വഴി കാണിക്കുവാൻ മനോഹരമായ ഒരു നക്ഷത്രം അവരുടെ മുൻപിൽ പോയി. അവർ ആ നക്ഷത്രത്തെ നോക്കി യാത്ര ചെയ്തിടത്തോളം വഴി തെറ്റിയില്ല. എന്നാൽ ആ നക്ഷത്രത്തിൽ നിന്ന് ദൃഷ്ടി മാറ്റിയപ്പോൾ അവർക്ക് വഴിതെറ്റി. എന്നാൽ അപ്പോഴും അവരെ നോക്കി നിൽക്കുന്നതായ ആ നക്ഷത്രം എന്തിനെ കാണിക്കുന്നു എന്ന് ചോദിച്ചാൽ, നമ്മുടെ പിന്മാറ്റത്തിൽ പോലും നമ്മെ ഉപേക്ഷിച്ച് കളയാതെ നമ്മുടെ മടങ്ങിയതിനു വേണ്ടി നോക്കി നിൽക്കുന്ന സാക്ഷാൽ ഉദയ നക്ഷത്രമായ യേശു ക്രിസ്തുവിനെ കാണിക്കുന്നു. അവൻ എവിടെയാണ്? അവൻ ഇന്നേക്ക് ഏകദേശം 2000ഓളം വർഷങ്ങൾക്ക് മുൻപ് ബേത്ലഹേം എഫ്രാത്തയിൽ ഒരു പശുത്തൊട്ടിയിൽ ശീലകളിൽ പൊതിഞ്ഞവനെ കിടത്തിയെങ്കിൽ ഇന്നും ആ നിലയിൽ തന്നെ കാണുന്ന അനേകായിരങ്ങളെ ഈ ഭൂമിയിൽ നമുക്ക് കാണാം. കഴിഞ്ഞ ഡിസംബർ മാസം കടന്നുപോയി. അനേക വീടുകളും ക്രിസ്തുമസ് ആഘോഷിച്ചു. പല വീടുകളുടെയും മുൻപിൽ കൂടി കടന്നുപോയാൽ ശീലകൾ ചുറ്റി ഇന്നും വീടിന് വെളിയിൽ കച്ചിക്ക് നടുവിൽ ഒരു ചെറിയ ശിശുവിന്റെ രൂപം കിടത്തിയിരിക്കുന്നത് കാണാം. വാക്കും ഭാഷണവും കൂടാതെ വീട്ടുകാർ വിളിച്ചറിയിക്കുന്നു, ഇന്ന് യേശു പിറന്നാൾ ഞങ്ങളുടെ വീട്ടിനകത്ത് കയറ്റത്തില്ല, അവന് പുറത്ത് ഇതുപോലെ ഞങ്ങൾ കച്ചി കൊടുക്കും. ഇതാണോ ക്രിസ്തുമസ്? അല്ല. തന്നെ ഇന്ന്
ശീലകളിൽ പൊതിഞ്ഞ് മുറ്റത്ത് കത്തിക്കകത്ത് കിടത്തുന്ന ഒരു ശിശുവായിട്ടല്ല കാണുന്നത്. പത്രോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ആ രാജാവ് എവിടെയായിരിക്കുന്നു? 2 പത്രോസ് 1:19. പ്രവാചകവാക്യവും അധികം സ്ഥിരമായി നമുക്കുണ്ട്. പ്രവാചകവാക്യവും അധികം സ്ഥിരമായി നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. എന്താണ് ഈ സത്യം വിളിച്ചറിയിക്കുന്നത്? അന്ന് ബേത്ലഹേമിലൊരു പശുത്തൊട്ടിയിൽ ജാതനായവൻ, അതേ നാളുകൾ വർഷങ്ങൾ 33 വർഷക്കാലം ഈ ഭൂമിയിൽ സഞ്ചരിച്ച് മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി ആ വലിയ കൊലമരം ചുമന്നുകൊണ്ട് കാൽവരിയുടെ മലമുകളിലേക്ക് കരയേറിപ്പോയി. സ്വന്തം ജനമായ യഹൂദൻ തന്റെ കൈകാലികളിൽ ആണിയടിച്ചു. ലോകത്തിലെ കോടതികളിൽ 7 പ്രാവശ്യം വിസ്തരിച്ചിട്ടും അവനിൽ യാതൊരു കുറ്റവും കാണുവാൻ കഴിഞ്ഞില്ല. ജാതീയനായ അധിപതിയായ പീലാത്തോസ് പോലും ഈ മനുഷ്യനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞ് കൈകഴുകി. തലചായ്ക്കുവാനിടമില്ലാത്തവൻ തന്റെ വീടിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇപ്രകാരം പറഞ്ഞിരുന്നു: കുറുനരികൾക്ക് കുഴികളുണ്ട്, ആകാശത്തിലെ പറവകൾക്ക് കൂടുകളുണ്ട്, മനുഷ്യപുത്രനോ തലചായ്ക്കുവാനിടമില്ല. ഒരു മല കൊണ്ട് പിതാവുമായി ബന്ധം പുലർത്തി രാത്രി കഴിച്ചു കൂട്ടിയവനായ കർത്താവ് അവനെവിടെയാണ്? അതേ റോമാ ഗവൺമെന്റിന്റെ മുമ്പിലേക്ക് അവനെ ഇറക്കി വയ്ക്കുവാൻ കഴിഞ്ഞില്ല. അതിശക്തിയോടെ 3-ാം നാൾ അതിനെ ഭേദിച്ച് ഈ ഭൂമിയിൽ തന്നെ പലർക്കും പ്രത്യക്ഷനായി തന്റെ ശിഷ്യന്മാരോട് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ട് സ്വർഗത്തിലേക്ക് കരയേറിപ്പോയി. ഡിസംബർ മാസത്തിൽ നക്ഷത്ര വിളക്കുകൾ വീട്ടിന്റെ മുൻപിലെ ഉയർന്ന വൃക്ഷത്തിന്റെ ഏറ്റവും ഉയർന്ന കൊമ്പിൽ തൂക്കുന്ന വ്യക്തിയെ, ആ നക്ഷത്രം ഇന്ന് അവിടെയല്ല കിടക്കേണ്ടത്. ആ നക്ഷത്രം യേശുവിനെ കാണിക്കുന്നില്ല. പ്രവാചക വാക്യവും അധികം സ്ഥിരമായി നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം. ഇന്നവനെവിടെയാണ്? മാനവജാതിയുടെ ഹൃദയങ്ങളിൽ വസിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. ദൈവത്തെ തേടിപ്പോകുന്ന മനുഷ്യ, നിന്നെ തേടി ദൈവമിതാ താണലോകത്തിലേക്ക് ഇറങ്ങി വന്നു. ദൈവത്തെ കണ്ടെത്തുവാൻ വെമ്പൽ കൊള്ളുന്ന സത്യാന്വേഷിയെ, സാക്ഷാൽ ദൈവമായവൻ സ്വർഗത്തിന്റെ മണിമകുടങ്ങളെ വെടിഞ്ഞ് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അവന്റെ രക്തത്തിൽ നിനക്ക് പാപശാന്തിയും വിടുതലുമുണ്ട്. പാപമില്ലാത്ത ആ രക്തം, ആ പ്രജാപതിയുടെ യാഗത്താൽ ഏത് മനുഷ്യന്റെയും പാപത്തെ മാറ്റുവാൻ മതിയായതാണ്. അവൻ നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുവാൻ ഇന്ന് ആഗ്രഹിക്കുന്നു. കണ്ടാലും ഞാൻ വാതിക്കൽ നിന്ന് മുട്ടും. എന്തിനു വേണ്ടി? ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് കടന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. കാലാകാലങ്ങളായി ആ നല്ല ഉദയനക്ഷത്രത്തിന്റെ മുട്ട് കേട്ട് വാതിൽ തുറന്നു കൊടുക്കുവാൻ എനിക്കും നിങ്ങൾക്കും പ്രിയ ദൈവമക്കളെ ദൈവം സഹായിച്ചു. എന്നാൽ ആരെങ്കിലും ഒരു വേണ്ടി വാതിൽ തുറന്നു കൊടുത്തിട്ടില്ലെങ്കിൽ ഈ സമയം അതിനുള്ളതായ സമയമാണ്. ഇതാ അവൻ നിന്റെ ഹൃദയ കവാടത്തിൽ നിന്ന് മുട്ടുന്നു. ഈ സമയം വാതിൽ തുറന്നു കൊടുക്കുമോ? എന്നാൽ ഈ നക്ഷത്രം അകത്തു വരും. അത് വൃക്ഷത്തിന്റെ മുകളിലല്ല, നിന്റെ ഹൃദയത്തിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. ഭൂതകാല യാഥാർത്ഥ്യത്തിലെ ശിഖർത്തു ബേത്ലഹേമിലെ പശുത്തൊട്ടിയിൽ ജാതനായെങ്കിൽ വർത്തമാനകാല യാഥാർത്ഥ്യത്തിൽ അവൻ മാനവജാതിയുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നു. അതിനായി അവൻ ആഗ്രഹിക്കുന്നു.
ഹൃദയങ്ങളിൽ സ്വീകരിക്കാത്തവരെ ഇന്ന് അതിന് വേണ്ടി ഹൃദയം തുറന്നു കൊടുക്കുക, സമർപ്പിക്കുക. ഇനിയും ഈ നക്ഷത്രം ഹൃദയങ്ങളിൽ മാത്രമല്ല ഉദിക്കുവാൻ പോകുന്ന ഒരു സമയമുണ്ട്. ആ വാക്യം വായിച്ചിട്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. മലാക്കി പ്രവചനം 4-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് താഴോട്ട് വായിക്കാം. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെ ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും, സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ച് കളയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ? ആർക്ക്? എന്റെ നാമത്തെ, ദൈവത്തിന്റെ നാമത്തെ ഭയപ്പെടുന്നവരെ, ദൈവത്തെ അനുസരിക്കുന്നവരെ, ദൈവത്തെ സ്വീകരിച്ചവരെ, ഈ നക്ഷത്രം ഹൃദയത്തിൽ ഉദിച്ചവരെ നിങ്ങൾക്കോ? അടുത്തത് ഉദിക്കും. മതി. നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. ഉദിക്കുന്നതായ ഒരു സമയം, അത് രോഗോപശാന്തിയോടുകൂടെ ഉദിക്കുന്നതായ ഒരു സമയം. ആ സമയമാണ് ദൈവമക്കൾക്ക് വെച്ചിരിക്കുന്ന മനോഹരമായ പ്രത്യാശയുടെ സമയം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടി ഉദിക്കും. എന്നാൽ ദൈവത്തെ ഭയപ്പെടാത്തവരെ ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരുന്നു. പണ്ടും ഇങ്ങനെ ഒരു ഉപദേശി പ്രസംഗിച്ചു. പണ്ടെന്ന് വെച്ചാൽ വളരെ പണ്ട്. ആ ഉപദേശി പ്രസംഗിച്ചത് ഇങ്ങനെ കത്തുമെന്നല്ലായിരുന്നു, മുങ്ങുമെന്നായിരുന്നു. വെള്ളം പൊങ്ങും മഴ പെയ്യുമെന്ന് പ്രസംഗിച്ചു. വർഷങ്ങൾ പ്രസംഗിച്ചിട്ടും എല്ലാരും കളിയാക്കി. ഇങ്ങനൊരു സംഭവം ഇതുവരെ ഞങ്ങളുണ്ടായ പിന്നെ കണ്ടിട്ടില്ല. പിന്നെ തനിക്ക് എന്നാടോ സുഖമില്ലെന്ന് ചോദിക്കാൻ തുടങ്ങി. എന്നാലും നോഹ പ്രസംഗിച്ചു, അയ്യോ ഭൂതലം ജലപ്രളയം കൊണ്ട് നശിക്കുമേ, നിങ്ങൾ മടങ്ങി വരണേ, ദൈവത്തെ അറിയണേ എന്ന് പ്രസംഗിച്ചു. ഭാവനെ ഞാൻ ഓർക്കുക, അന്നും നമ്മുടെ നാട്ടിൽ കടൽ കിടന്ന് വേർച്ചയെ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ പുള്ളിക്കാരൻ അവധിക്ക് നാട്ടിൽ വന്നപ്പം ആദ്യം ചെയ്യുന്ന നല്ല വീടിന്റെ കാര്യമാണല്ലോ. നല്ലൊരു വീട് പണിയണം, അതിന് സ്ഥാനം കാണാൻ ആശാരിയെ വേണം. ആശാരിയുടെ വീട്ടിൽ ചെന്നു. അപ്പൊ ചെന്നപ്പം പുള്ളിയുടെ ഭാര്യ ഇറങ്ങി വരുന്നത്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പണിക്കെത്തിയാ വരുന്നത്. എന്ത് ചെയ്യേ ആശാരി? അയ്യോ ആശാരി എത്ര ദിവസമാണ് ഇവിടുന്ന് പോയിട്ട്, താമസവും കിടപ്പും കുടിപ്പും എല്ലാം അവിടെ തന്നെയാണ്. എവിടാ? നോവല്യപ്പന്റെ വീട്ടിലാണ്. എനിക്കൊരു വീട് പണിയണമല്ലോ. ചെല്ലുന്നിടത്തല്ല ആചാര്യമാരുടെ വീട്ടിൽ ഇത് തന്നെ പറയും. നെടുക നടന്നിട്ട് ഒറ്റ ആചാര്യം കാണാനില്ല. ഈ പ്രാന്ത് പറയുന്ന മനുഷ്യന്റെ പുറകെ ഇത് കേട്ടോണ്ട് നിങ്ങളെന്തിനാ പോകാൻ ചോദിക്കാൻ ഇവരെല്ലാം കൂടി ആചാര്യമാരെ തിരക്കി നോവയുടെ വീട്ടിൽ ചെന്നു. നോവയുടെ വീട്ടിൽ ചെന്നപ്പോഴേ നോവ പ്രസംഗിക്കാൻ പോയേക്ക. ആചാര്യമാരോട് ചോദിച്ചു, ആചാര്യമാരെ നിങ്ങൾക്ക് സുഖമില്ലേ, വലിയ കൂട്ടായോ? പറഞ്ഞേ. അവര് പറഞ്ഞ കാര്യം വളരെ നല്ല ശൈലിയിൽ മഹാകവി KV സൈമൺ സാർ വേദവിഹാരത്തിൽ എഴുതിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: ബോധശില്പികൾ കൂടി കത്തിച്ചു ചൊന്നീ വണ്ണം പോഷനാണിയാളയോ തലയിൽ സ്ക്രൂ അയഞ്ഞു, ഉറക്കം ശരിയായിട്ടില്ല, അതുകൊണ്ട് വന്ന കറക്കമാണ്. പക്ഷേ എണ്ണതേ ചൊന്ന് 2 പുലി ഭംഗിയായി കുലുക്കികൾ കുറച്ചൊന്ന് കുറയും, ചറുപുറ പറയുന്നതും മാറും. ഞങ്ങൾക്ക് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് കണ്ടു ഞങ്ങൾ വിധാമൗനം ആചരിച്ചിരിക്കുന്നു. നിത്യവും ഞങ്ങൾക്കുള്ള ഭക്ഷണം മടയച്ചാർ കൃത്യമായി തരുന്നുണ്ട്, ചക്രവൊന്നിനേതിന് എന്നതുകൊണ്ട് ദോഷമില്ല. ഞങ്ങൾക്ക് മൂപ്പർ തന്നോട് പണപ്പെട്ടി ഒഴിയുമെന്നേ വരൂ. ആചാര്യമാർ പറഞ്ഞു, എടോ പേർച്ചക്കാരാ, നിങ്ങളുടെ വീട്ടിൽ സ്ഥാനം കാണാൻ വരുന്നതിനെക്കാട്ടി കൂടുതൽ ഇങ്ങനെ ഇവിടെ തരുന്നുണ്ട്. ഓവർ ടൈമാ ഇവിടെ ഞങ്ങൾക്ക് ഓവർ ടൈമാ. ചാപ്പാടും വേണ്ടുന്നോടെ കിട്ടുന്നുണ്ട്, പിന്നെ ഞങ്ങൾക്ക് പണിയിരുന്നോ? പുള്ളിക്കാരന് ഈ സ്ക്രൂ കഴിഞ്ഞ് കിടക്കുക. അത് നിങ്ങൾക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം. അത് മുറുക്കുന്ന സ്ക്രൂ ഡ്രൈവർ ഉള്ളി മാത്രം ഞങ്ങളുടെ കയ്യിലില്ല. പിന്നെ ഞങ്ങൾ ഇതങ്ങ് ചെയ്യുക, പൈസ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു പക്ഷേ പുള്ളിയുടെ ഈ സ്ക്രൂ മുറുകാനുള്ള ഒരു പരിപാടി, 400 ഞാൻ ഇടയ്ക്കച്ചെന്ന് നല്ല കാറ്റെണ്ണ ഒരു ശകലം വാങ്ങിച്ച് തച്ച് തണുക്കെന്ന് വെച്ച് നല്ല 2 കുളി കുളിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ചെറുതാന്ന് പറയുന്നത് അങ്ങ് മാറിയേക്കും.
ഉപദേശിച്ച് പാവം ചങ്കുപൊട്ടി പ്രസംഗിക്കുക, അയ്യോ ഗുണപ്പെടണേ ഗുണപ്പെടണേ ഗുണപ്പെടണേ. അതായത് ഇതാ പറയുന്നത്. ഇന്നും ഇത് തന്നെയാണ് നടക്കുന്നത്. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെയും ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെയും മനുഷ്യപുത്രന്റെ വരവിലാകും. ഈ നീതി സൂര്യൻ തേജസ്സോടെ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പേ ഈ രണ്ട് കാര്യങ്ങൾ സംഭവിക്കണം. അത് രണ്ടും ഇന്ന് സംഭവിക്കുന്നു. നോഹയുടെ കാലത്ത് ജനം സുവിശേഷം വിശ്വസിക്കാത്തതുപോലെ ഇന്നത്തെ ജനങ്ങളും വിശ്വസിക്കുന്നില്ല. ലോത്തിന്റെ കാലത്ത് ജനം മ്ലേച്ഛതയിൽ അകപ്പെട്ടതുപോലെ ഇന്നത്തെ ലോകത്തിലെ ജനതയും മ്ലേച്ഛതയിൽ അകപ്പെടുന്നു. ന്യൂയോർക്ക് പട്ടണത്തിൽ ഞാനത് കൂടുതൽ പ്രസംഗിക്കേണ്ട കാര്യമില്ല, എന്നെക്കാട്ടി നിങ്ങൾക്കറിയാം. ഏത് നാളിലാണ് ആകുന്നത്? മനുഷ്യപുത്രന്റെ വരവില്ല. ശ്രദ്ധിച്ചോളൂ, നീതി സൂര്യൻ ഉദിക്കാറായി. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരുന്നു. അങ്ങ് നോഹ പറഞ്ഞത് ജനം വിശ്വസിച്ചില്ല. സമയത്ത് അത് സംഭവിച്ചു. എനിക്ക് സങ്കടം അവിടെ അല്ല. ഈ നോഹയുടെ 3 മക്കളുണ്ടല്ലോ, ശേം, ഹാം, യാഫേത്ത്. അവർക്ക് 3 പേർക്കും ഭാര്യമാരുണ്ടായിരുന്നു. ഈ ഭാര്യമാര് അവരുടെ പേര് പറഞ്ഞിട്ടില്ല. എന്നാൽ ഇവരുടെ അപ്പച്ചനും അമ്മയും, അതായത് ഷേമിന്റെ, ഹാമിന്റെ, യാവേത്തിന്റെ ഒക്കെ അമ്മായിയപ്പനും അമ്മായിയമ്മയും ഈ വെള്ളം പൊങ്ങി ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു തരത്തിൽ അന്നായിരിക്കും മനുഷ്യൻ നീന്തൽ പഠിക്കാനായിട്ട് ഇങ്ങനെ നോക്കുന്ന, എക്സസൈസ് ഒക്കെ ചെയ്ത് നോക്കുന്നത്. കുറെ എന്നൊക്കെ ഇങ്ങനെ കുറച്ചു നേരം കാലും കൈയിട്ടൊക്കെ അടിച്ച് കിടന്ന് കാണും, ഇല്ല തന്നെ നീന്തൽ പഠിക്കും. അങ്ങനെ മുകളിൽ വന്ന സമയത്ത് ഈ പെട്ടകൾ ഇങ്ങനെ വരുന്നു. അപ്പോഴേ ഇവരുടെ ഭാര്യമാരിങ്ങനെ നോക്കി നിൽക്കുക. ഷേമിന്റെ ഭാര്യ പറഞ്ഞു, ഷേമച്ചായ, എന്റെ അപ്പച്ചനല്ലേ ആ മുങ്ങാൻ പോകുന്നത്, ആ പുള്ളിക്കാരനെ ഒന്ന് പിടിച്ചു കേട്ടല്ലോ, ഈ കഥ ഒന്ന് തുറന്നേ. ക്ഷേമനും തോന്നി, എന്റെ അമ്മായിയപ്പനല്ലേ, പുള്ളിയുടെ പൈകൊണ്ടലേക്ക് പണം എണ്ണി എന്റെ അപ്പന്റെ കയ്യിലോട്ട് കൊടുത്തതല്ലേ, എത്ര നേരം ഞാൻ അമ്മായിയമ്മ ചോറുണ്ടതാ, ഒന്ന് തുറന്നേക്കാന്ന് കണ്ടിയത് പിടി വലി ബഹളമായി വാതുക്കൽ. കാര്യന്നാ പുള്ളിക്കാരനെങ്കിലും അകത്ത് കേൾക്കാനാ രക്ഷയില്ല. ആരാണ് വാതിലടച്ചത്? ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ചെയ്യുന്ന യഹോവയായ ദൈവം വാതിലടച്ചു. ഈ കൃപയുടെ വാതിലും പൂട്ടുവാൻ പോവുകയാണ്. ഈ യുഗം അവസാനിക്കുവാൻ പോവുകയാണ്. ഈ കൃപായുഗം തീരുവാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ വ്യക്തിയെ, നിനക്ക് രക്ഷയിലേക്ക് കടന്നു വരുവാനുള്ള സമയം ഇതാണ്. വാതിലടച്ചു കഴിഞ്ഞാൽ നിനക്ക് രക്ഷപ്പെടുവാൻ സാധ്യമല്ല. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം, നിത്യ തീപ്പൊയ്കയിൽ കിടന്ന് കാലും കഴിമിട്ടടിച്ച്. അന്നത്തെ നോഹയുടെ കാലത്തെ ജനം മരിച്ചു. പക്ഷെ ഇനിയും വരുന്ന തീക്കകത്ത് ജനം മരിക്കത്തില്ല. നിത്യമായ തീയ്, ചൂള പോലെ കത്തുന്ന തീയ്, നിത്യ നരകത്തിലെ തീയ്. ആ തീക്കകത്തേക്ക് വീണ് കിടന്ന് ഉരുകുന്നതിനേക്കാൾ, യാതന അനുഭവിക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് വേണ്ടി രക്തമൂറ്റി തന്ന യേശു ക്രിസ്തുവിന്റെ ഉപദേശത്തിലേക്ക്, അവന്റെ സുവിശേഷത്തിലേക്ക്, ആ മാർഗത്തിലേക്ക് കടന്നു വരുന്നതാണ്. ദൈവത്തെ തേടിയിൽ യാത്ര ചെയ്യുന്ന മനുഷ്യ, ഇതാ സാക്ഷാൽ ദൈവമായവൻ വാതിൽ തുറന്ന്, കൃപയുടെ വാതിൽ തുറന്ന് പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. നിന്റെ വാതിക്കൽ ഹൃദയ കവാടത്തിൽ അവൻ മുട്ടുന്നു. ഇന്ന് അവന് വേണ്ടി തുറന്നു കൊടുക്കുവാൻ തയ്യാറാകുമോ? അവന് വേണ്ടി തുറന്നു കൊടുക്കാം. അവനെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കാം. ദൈവമക്കളെ, ദൈവത്തെ ഭയപ്പെടുന്ന ദൈവമക്കളെ, ആ നീതി സൂര്യൻ ലോകശാന്തിയോടുകൂടി ചെറുകൻ കീഴിൽ ഉദിക്കുവാൻ പോകുന്ന മനോഹരമായ ഒരു ദിവസം വരുന്നു. നിങ്ങൾ വന്ന് പുറപ്പെട്ട്, തൊഴുത്തിൽ നിന്ന് പുറപ്പെട്ട് വരുന്ന പക്ഷിക്കിടാങ്ങളെ പോലെ തുള്ളിച്ചാടുന്നു. എന്തിനു വേണ്ടിയാണ് തുള്ളിച്ചാടുന്നത്? നമ്മുടെ പ്രത്യാശയുടെ മണിമകുടമായവനെ കാണുവാൻ സാധിക്കുന്ന ഒരു ദിവസം. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ച മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്നത് ഞാൻ കണ്ടു. മന്ദിരം അതിൽ കണ്ടില്ല. കുഞ്ഞാടതിന്റെ വിളക്കായിരിക്കും. ഇതാ മനുഷ്യനോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. ദൈവം താൻ അവരോടുകൂടെ വസിച്ച് അവരുടെ കണ്ണിരുന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുന്ന ഒരു ദിവസം. ഇന്ന് കരയുന്ന ദൈവവൈദ്യരെ, നമ്മുടെ കണ്ണുനീര് ദൈവത്തിന്റെ കരം കൊണ്ട് തുടയ്ക്കുവാൻ പോവുകയാണ്. ഇന്ന് നെടുവീർപ്പെടുന്ന ദൈവവൈദ്യരെ, നമ്മുടെ ദുഃഖവും മുറവിളിയും തീരുവാൻ പോവുകയാണ്. അവിടെ ദുഃഖമോ മുറവിളിയോ ഇല്ല, നെടുവീർപ്പോ കണ്ണുനീരോ ഇല്ല. മരണമില്ലാത്തൊരു നാട്, രോഗിയില്ലാത്തൊരു വീട്, ഇതാ ദൈവം അവരോടുകൂടെ വസിക്കുകയാണ്. അതേ മനോഹരമായ യജ്ഞങ്ങളാൽ ശോഭാലങ്കൃതമായിരിക്കുന്ന മനോഹരമായ പട്ടണം, സൂര്യനോ ചന്ദ്രനോ ശോഭിക്കാത്ത പട്ടണത്തിലെ കുഞ്ഞാടിന്റെ തേജസ്വിത നിറഞ്ഞിരിക്കുകയാണ്.
പീതരത്നം, വൈഡൂരം, ഗോമേതകം, മരതകം, മാണിക്യം, ഇന്ദ്രനീലം, പുഷ്യരാഗം, നഗവർണി, നീലരത്നം ആദിയായ മനോഹരമായ രത്നങ്ങളാൽ പ്രശോഭിക്കുന്ന മനോഹരമായ പട്ടണമാർക്ക് വേണ്ടി ഒരുക്കുന്നു. ഞാൻ നിങ്ങൾക്കായി വീടൊരുക്കുവാൻ പോകുന്നുവെന്ന് അരുളി ചെയ്തിട്ട് പോയ അരുമനാഥന് താമസമിനാ നീതി സൂര്യൻ ഉദിക്കുവാൻ പോവുകയാണ്. എന്നാൽ അവൻ വാനവിരിയിൽ ഉദിക്കുമ്പോൾ നീ രക്ഷിക്കപ്പെട്ട വ്യക്തി അല്ലെങ്കിൽ നിന്നെ തീപ്പൊയ്കയിലേക്ക്, ചൂളപോലെ കത്തുന്ന പൊയ്കയിലേക്ക് തള്ളും. എന്നാൽ ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. ഹേ മനുഷ്യ, ദൈവത്തെ തേടിപ്പോകുന്നവനെ, ഇതാ ഒരവസരം, കൃപയുടെ വാതിൽ തുറന്നിട്ടിരിക്കുന്നു. ഇപ്പോൾ അതിനുള്ള സമയമാണ്. ഇപ്പോൾ സുപ്രസാദ കാലമാണ്. ഏൽപ്പിച്ചു കൊടുക്കുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കും.